നോക്കൂ, ഇത്തവണ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്ന് ഉറപ്പിച്ച കെ സുരേന്ദ്രൻ നാളെ മുതൽ മണ്ഡലത്തിൽ സജീവമാകാൻ പോകുന്നു. കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് ഈ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കും. 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, നമുക്കറിയാം 2016 89 വോട്ടിനാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. ഒരുപക്ഷെ ഇത്തവണ വാശിയേറിയ മത്സരമായിരിക്കും മഞ്ചേശ്വരത്ത്. തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലം പിടിക്കാമെന്നൊരു പ്രതീക്ഷയോടെ സുരേന്ദ്രൻ വീണ്ടും ഇറങ്ങുന്നു അല്ലേ? ഏത് രീതിയിലായിരിക്കും പോരാട്ടം? എപ്പോൾ മുതൽ അദ്ദേഹം സജീവമാകും? വിനീത, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് പരാജയപ്പെട്ടത്. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ഇത്തവണ വിജയിച്ചു വരാൻ സാധിക്കുമെന്ന് BJP വിലയിരുത്തുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. ഭാഷാ ന്യൂനപക്ഷ മേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലെല്ലാം BJPയെ സംബന്ധിച്ച് വലിയ സ്വാധീനമുണ്ട്. സംഘടനാപരമായും അല്ലാതെയുമുള്ള സ്വാധീനം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടേക്കാണ് ഒരു ശക്തനായ സ്ഥാനാർത്ഥി എത്തിയാൽ, സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥി എത്തിയാൽ വിജയം ഉണ്ടാകും എന്ന വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ പേരൊക്കെയായിരുന്നു പരിഗണനയിൽ ഉണ്ടായത്. പക്ഷേ ഒടുവിൽ കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നു. കെ സുരേന്ദ്രൻ നാളെ മുതൽ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി യോഗത്തിലും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി യോഗത്തിലും സുരേന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. സുരേന്ദ്രൻ വരും ദിവസങ്ങളിലും സജീവമായി തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ച് മഞ്ചേശ്വരം സുപരിചിതമാണ്, അല്ലെങ്കിൽ ഓരോ മുക്കും മൂലയും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തിന്റെ ഗ്രൗണ്ട് കൃത്യമായി അറിയുന്ന ആളാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് അത് ഉപയോഗം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാന്നിധ്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. എതിരാളിയായി UDFന് AK അഷ്റഫ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ മറ്റ് സംശയങ്ങളൊന്നുമില്ല. അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള AK അഷ്റഫ് അല്ല എന്നതാണ് ലീഗ് പോലും വിലയിരുത്തുന്നത്. വലിയ ജനകീയ അടിത്തറ, ജനകീയ സ്വാധീനം AK അഷ്റഫെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് എളുപ്പമാകില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷണം കൂടി ഒരു വശത്തുണ്ട്. ഇതിലേറെ നിർണായകമാവുക LDF എടുക്കുന്ന നിലപാടായിരിക്കും. LDF ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരു പൊതു സ്വതന്ത്രനെ അവിടെ അവതരിപ്പിച്ച് ഷാനവാസ് പാദൂർ എന്ന നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ഷാനവാസ് പാദൂരിനെ മഞ്ചേശ്വരത്ത് എത്തിച്ച് അവിടെ ശക്തമായ മത്സരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രയോജനം ലഭിക്കുക BJPക്കാകും എന്ന രാഷ്ട്രീയ വിലയിരുത്തൽ കൂടിയുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് സുരേന്ദ്രൻ, അത് മനസ്സിലാക്കി കൂടിയാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം എന്നത് ആ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നുകൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നാളെ മുതൽ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ സജീവമാകും. അതോടെ പോരാട്ടം കനക്കുകയും ചെയ്യും. വിനീത, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും മഞ്ചേശ്വരത്തേക്കുറി പോര് കടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.